ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഓണം 842. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഹീറോയുടെ ഏറ്റവും പുതിയ ലോഞ്ചിലൊന്നായിട്ടുള്ള ഡെസ്റ്റിനി 125 ആണ്. അപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതായത് മെയിനായിട്ട് ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളിലാണ് കൂടുതൽ ചേഞ്ചസ് വന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എങ്ങനെയുണ്ട്, അതേപോലെ ഇതിൻ്റെ എഞ്ചിനുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്, ആൻഡ് ഓഫ് കോഴ്സ് ഓടിക്കുമ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറയണമല്ലോ. അപ്പോൾ അതും നമ്മൾ തീർച്ചയായിട്ടും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം വൈകുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലുക്സിൽ നിന്ന് തന്നെ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വണ്ടിയുടെ ഓവറോൾ ലുക്സ് ഈ ഒരു ടൈം അവർ അത്യാവശ്യം നല്ല ക്ലാസി ലുക്കാണ് പിടിച്ചേക്കണതെന്ന് നമ്മൾ പറയാം. അതായത് എവിടെയൊക്കെ നോക്കിയാലും ഒരു ക്ലാസി ഫീല് നമുക്ക് ഇതിൻ്റെ ഒരു ലുക്സിൽ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റിൽ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിൽ LED പോർഷനാണ് നോർമൽ LED ലൈറ്റ്സ്, ആൻഡ് 2 പോർഷനിലായിട്ട് DRL നടുക്കൊരു DRL കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ എന്താ പറയുക, ഒരു എലഗൻറ്റ് ഫീൽ ഈ വണ്ടിക്കുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം കൊള്ളാം. ഒരു കോപ്പർ ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വേറെയും കുറച്ച് കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു നോർമൽ ക്രോം ഫിനിഷ് വരുന്നുണ്ട്, പിന്നെ കോപ്പർ ക്രോം ഫിനിഷാണ് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. ആൻഡ് ഇവിടെ ഇട്ട് നമുക്ക് ആ ഒരു ലോഗോ കാണാം നമ്മുടെ ഹീറോയുടെ. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ടുള്ള ലുക്സാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ വീൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മുന്നത്തേലെ ഒരു കുഞ്ഞൻ ടയേഴ്സാണ് അല്ലെങ്കിൽ കുഞ്ഞൻ വീൽസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത്തവണ ഇതിനകത്തൊരു 12 ഇഞ്ചിൻ്റെ ഒരു വീൽസാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും നമുക്ക് 12 ഇഞ്ചിൻ്റെ ആ ഒരു സൈസ് ഉണ്ട്. അതേപോലെ നമുക്കിനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ആ ഒരു ക്രോം ഫിനിഷിൻ്റെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു വൈറ്റ് ആൻഡ് ബ്രൗണിഷ് ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഓവറോൾ പിടിച്ചിരിക്കുന്നത്. വേറെ എക്സ്ട്രാ എലമെൻറ്റ്സ് ഒന്നും തന്നെ ഒരു കുത്തി കയറ്റിയിട്ടില്ലെന്ന് വേണം പറയാൻ. ആൻഡ് അലോയ്സ് ഒരു ഡയമണ്ട് കട്ട് അലോയ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ളൊരു സീറ്റാണ്. ഇപ്പോൾ 2 പേര് ഇരിക്കുകയും വളരെ കംഫർട്ടബിളായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഇരിക്കുകയാണെങ്കിൽ ഇത്രയും പോർഷൻ ആ ആൾക്ക് ഫുള്ളി ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും, ഇത്രയും പോർഷൻ റിയറിൽ ഇരിക്കുന്ന പില്ലണും ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. സോ ഒരു സീറ്റ് കുറവിൻ്റെ ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് സെൻട്രൽ പോർഷൻ എടുത്താലും അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഈ ഒരു സെൻട്രൽ പോർഷൻ കുറച്ചുകൂടി ഉള്ളിലേക്കായിട്ടാണ് ഇരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടുമെന്ന് എനിക്കൊരു പേഴ്സണൽ ഫീൽ ഉണ്ട്. ആൻഡ് നമുക്കൊരു ഹുക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ഹെൽമെറ്റൊക്കെ വയ്ക്കാൻ ഒരു കുഴപ്പമില്ല. എൻ്റെ ഈ ഒരു ഹെൽമെറ്റ് തന്നെ ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ ഈസിലി വെച്ചാണ്, നമുക്ക് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്കൊരു ഫുഡ് പെഗ് വരുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്റ്റേഡി കാര്യമൊക്കെയാണ്, ഫ്ലിംസി ഒന്നുമല്ല. ആകെ എനിക്കൊരു പോരായ്മ ഇത് കുറച്ചുകൂടി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വെച്ചിരുന്നെങ്കിൽ ഇത്തിരി കൂടി ഫിനിഷിങ് കൂടുതൽ കിട്ടിയതിനെ തോന്നി. അത് തന്നെ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്സ്. ആൻഡ് ബാക്കിൽ വരുമ്പോൾ നമുക്ക് എൻജിൻ കാര്യങ്ങളാണ്. ആൻഡ് മൊത്തത്തിലൊരു ക്രോം ഫിനിഷോട് കൂടിയുള്ളൊരു കവർ വെച്ചിട്ടുള്ള ഒരു കവറിങ് ആണ് നമ്മുടെ ഈ ഒരു എക്സോസ്റ്റിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമുക്കിവിടെ എഗെയിൻ കോപ്പർ ക്രോം ഫിനിഷോട് കൂടിയിട്ട് നമ്മുടെ ഡെസ്റ്റിനി 125 എന്നുള്ള ആ ഒരു പേര് കാണാം. ആൻഡ് എക്സ്ടെക് ടെക്നോളജി ഉണ്ട്, അത് ഞാൻ ഓടിക്കാൻ നേരത്തെ കൃത്യമായിട്ട് പറയാം. ആൻഡ് നമുക്കിവിടെ പില്ലാണ് ചാരാനൊക്കെ ആയിട്ട് ഒരു സംഗതി ഇവിടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമുക്കിപ്പോൾ പുറകിലേക്ക് തെന്നി വീഴുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇവിടെ തന്നെയാണ് നമുക്ക് ഗ്രാബ് ചെയ്യാനുള്ള ആ ഒരു പൊസിഷനിങ് കൊടുത്തേക്കണേ. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒരു റിയർ വ്യൂ എന്നുള്ളൊരു ലുക്സ്. നമുക്ക് ആ ടെയിൽ ലൈറ്റ് കാണുമ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ ആ ഒരു ഇവരുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടല്ലോ, നമ്മുടെ വിഡ V1, ആ ഒരു സ്കൂട്ടറിൻ്റെ ടെയിൽ ലൈറ്റ് ഒരു ചെറിയൊരു സാമ്യമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇവരുടെ തന്നെ സ്കൂട്ടർ സെഗ്മെൻ്റ് ആയതുകൊണ്ട് പിന്നെ അത് സാമ്യം എടുക്കാമല്ലോ, വലിയ തെറ്റൊന്നുമില്ല അതിനകത്ത്. എന്നാൽ വൃത്തിയുടെ ഒന്നുമില്ല, അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് ഒക്കെ കാണാം, നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിവിടെയിട്ട് നമ്മുടെ ആ ഒരു ഫ്യൂവലിൻ്റെ പൊസിഷൻ അതും നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. വേറെ ബൾജിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. നമുക്ക് അതിൻ്റെ ഒപ്പമല്ല, സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററിങ് പൊസിഷനിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് പില്ലനുള്ള ഫുഡ് പാക്കിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ. ആൻഡ് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ ഇത് നോക്കാം. അതിന് ശേഷം നമുക്ക് ആ ഒരു മീറ്ററിലേക്ക് വരാം. പുഷ് ചെയ്യുന്നു, പൊക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ്. നമ്മുടെ ഈ പോർഷനിലായിട്ടാണ് ടാങ്ക് വരിക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് നമുക്കൊരു വരുള്ളൂ. എനിക്കൊരു നോർമൽ സൈസായിട്ടായിരുന്നു തോന്നിയത്. ഭയങ്കര ഹെവി ബൂട്ട് സ്പേസ് കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ പറയില്ല. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാത്രിയിലത്തെ യൂസിനൊക്കെ അത് യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് ഇവിടെയിട്ട് ഒരു
എന്താ പറയുക ഒരു ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു USB ചാർജിങ് പോർട്ട് ഉണ്ട്. സോ നമുക്ക് ഫോണൊക്കെ കുത്തിയിടാൻ കുറച്ചുകൂടി കംഫർട്ടബിളാണ്, കുറച്ചുകൂടി ഡീപ്പർ ആയതുകൊണ്ട് നമുക്ക് ഫോൺ അതിനകത്ത് വെച്ച് ഇവിടെ കുത്തിയിട്ടാലും വലിയ ഇതില്ല. പക്ഷേ ഞാനത് അധികം റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഹാർഡായിട്ടൊരു ഗട്ടറൊക്കെ ചാടുകയാണെങ്കിൽ ഫോൺ ചാടി പോകും എങ്ങനെ പോയാലും. അപ്പോൾ അത് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ അങ്ങോട്ട് കുത്തിയിടാൻ കുഴപ്പമില്ല. ആൻഡ് നമുക്കിനി വണ്ടി കയറിയിരിക്കുമ്പോൾ സ്റ്റാൻഡ് തട്ടാം. ഇതാണ് ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓൺ ചെയ്യാൻ സ്വിച്ചസ് കാണിച്ചു തരാം. സ്വിച്ചസ് ഒരു പുതിയ സ്വിച്ചസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഇതിനകത്ത് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ശോകം എന്ന് ഞാൻ പറയില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി അതിനകത്ത് കാണുന്നുണ്ട്. ഇത് i3s ഒരു സ്വിച്ചാണ്. ഇത് ഞാൻ ഓൺ ചെയ്ത് തന്നെ വെച്ചാണ്. പക്ക പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ് i3s. വളരെ പ്രിസൈസ് ആയിട്ടാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാൻ വഴിയേ. ഇത് വേണ്ട നമ്മുടെ ലൈറ്റിൻ്റെയാണ്, നോർമൽ ലൈറ്റ് DRLൻ്റെ ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരു കാണുന്നത്. കിടിലൻ സ്വിച്ച്. എനിക്ക് ഈ സ്വിച്ചിൻ്റെ ഒരു ലുക്സും അതിൻ്റെ വർക്കിങ്ങും വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. നമ്മുടെ ഈ വലിയ സ്പേസ് ഷിപ്പ് പോലുള്ള സെറ്റപ്പിലൊക്കെ വെക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈൻസിൽ ഈ സിനിമകളിലൊക്കെ കാണിക്കുന്ന ആ കൈൻഡ് ഓഫ് സ്വിച്ച് നല്ല രസമുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് സ്വിച്ച്. ഇനി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ മീറ്റർ. ഒരു കൊച്ചു മീറ്ററാണ്, പക്ഷേ ഒരു സ്കൂട്ടറിൽ വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്, അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. നമുക്കപ്പോൾ ഇവിടെ ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഈ ഒരു ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്, ഇവിടെ ആവറേജ് എത്രയാണെന്നുള്ളത് വരുന്നുണ്ട്, അതായത് എത്ര കിലോമീറ്റർ പെർ ലിറ്റർ നമുക്ക് ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട്, അഥവാ ഒരു ഫ്യൂവൽ എക്കണോമി കിട്ടുന്നുണ്ടെന്നുള്ളത്. ഇവിടെ ടൈമുണ്ട്, ഇവിടെ സൈഡ് സ്റ്റാൻഡിൻ്റെ സൈൻ ഉണ്ട്, ഫ്യൂവലിൻ്റെ സൈൻ ഉണ്ട്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, i3s ആൻഡ് ഇഗ്നിഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ റേഞ്ച് എത്രയെന്നുള്ളത് കാണിക്കും, എത്ര ഫ്യൂവലിൻ്റെ അതിനനുസരിച്ച് എത്ര ഓടുന്നുള്ള ഒരു റേഞ്ച് കാണിക്കും. പിന്നെ നമുക്ക് ഓഡോമീറ്റർ കാണിക്കും, ട്രിപ്പ് മീറ്റർ കാണിക്കും. ട്രിപ്പ് ഒരൊറ്റ ട്രിപ്പുള്ളൂ, വേറെ ട്രിപ്പൊന്നുമില്ല. ഇത് ഞാൻ ഓടിക്കുമ്പോൾ എത്ര എക്കണോമി കാണിക്കണമെന്ന് അറിയാൻ വേണ്ടി അത് വെച്ചാണ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റിയും കൂടി വരുന്നുണ്ട്, ഒപ്പം 10x10 നാവിഗേഷൻ. ഈ ഒരു ചെറിയ പോർഷനിലാണ് ആ ഒരു 10x10 നാവിഗേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു സെറ്റപ്പും കൂടി വരുന്നുണ്ട്. ഒരു സ്കൂട്ടറെ സംബന്ധിച്ച് ഇതൊക്കെ ധാരാളമാണ്, ഒരുപാട് കൂടുതലാണെന്ന് വേണം പറയാനായിട്ട്. ബട്ട് ഓൾ ആർ യൂസ്ഫുൾ, വെരി വെരി യൂസ്ഫുൾ. അപ്പോൾ ബാക്കി നമുക്കിനി ഓടിച്ചുകൊണ്ടും പറയാം. മിറേഴ്സിൻ്റെ പറയാനാണെങ്കിൽ ഈ ഒരു പോർഷൻ കട്ടായി പോകുന്നുണ്ട്, എൻ്റെ കൈ ഒന്ന് മുട്ടും. ഈ ഒരു പോർഷൻ ഇത്രയും ഭാഗം നമുക്ക് വളരെയധികം വിസിബിളാണ്. ഈ ഒരു മിറർ എടുത്ത് നോക്കിയാലും സെയിം, ഇത്രയും പോർഷൻ ഹൈഡായി പോവും, ഇത്രയും പോർഷൻ കാണാൻ പറ്റും. അപ്പോൾ ഒരു മെജോറിറ്റി ഏരിയ നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ബാക്കി ഞാൻ ഓടിച്ചുകൊണ്ട് പറയാം. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ ഒന്നും മറന്നു വച്ചിട്ടില്ലല്ലോ, അല്ലേ ഞാനായതുകൊണ്ട് പറയാൻ പറ്റില്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം. പിന്നെ കൈ കൊടുക്കേണ്ട ഒരു ഏരിയ എത്തുമ്പോൾ ഞാൻ കൈ കൊടുക്കും. ഇപ്പം ഞാൻ അധികം കൈ കൊടുക്കുന്നില്ല. ഹോണൊക്കെ ഒരു അയ്യപ്പാവും ഹോണാണ് കേട്ടോ, വലിയ ആർഭാടമൊന്നുമില്ല. ഓക്കെ, സോ വണ്ടിയുടെ പവറിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് എൻജിൻ വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. ഞാൻ റീസെൻറ്റ് ടൈമിലൊന്നും ഇത്രയും റിഫൈൻഡ് ആയിട്ടൊരു എൻജിൻ സ്കൂട്ടേഴ്സിൽ അധികം കണ്ടിട്ടില്ല, വളരെ ചുരുക്കം വണ്ടികളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല വെൽ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണെന്ന് പറയാൻ പറയും. അതായത് ഞാൻ ഈ വണ്ടി ഏകദേശം ഒരു 85 വരെയാണ് ക്ലോക്ക് ചെയ്തത്. ഞാൻ അതിൽ കൂടുതൽ പുഷ് ചെയ്യാൻ പോയില്ല. 85 പോലും ഞാൻ പ്രിഫർ ചെയ്യില്ല പുഷ് ചെയ്യാനായിട്ട്, സ്പെഷ്യലി ഇൻ സ്കൂട്ടേഴ്സ്. ബട്ട് ഞാൻ ഇതിൻ്റെ എങ്ങനെയുണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പുഷ് ചെയ്ത് നോക്കി. 85-ലും ഒരനക്കമില്ല വണ്ടിക്ക്. വളരെ നല്ല കൺട്രോൾഡായിട്ട് നല്ല കാമായിട്ടുള്ളൊരു എൻജിനായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് കൈ കൊടുത്തെടുത്ത് നോക്കാം. സോ i3s ഇത് ഇപ്പോൾ കാണിക്കാൻ പറ്റിയ ടൈമാണ്. 10 സെക്കൻഡ് ഷാർപ്പ് വണ്ടി നിൽക്കും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് ഒരു തവണ ഞാൻ ക്ലച്ച് പിടിക്കാണ്ട് നമ്മുടെ ബ്രേക്ക് പിടിക്കാണ്ട് ഞാൻ തിരിച്ച് പോകണേതാ, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ സെൽഫ് കൊടുക്കണ്ട, ബ്രേക്ക് പിടിക്കുക, തിരിക്കുക, ഇതാണ് സംഭവം. അപ്പോൾ നമുക്കൊന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം.
ഓക്കെ, ആടുകൾ വരുന്നു. മൈ ഡിയർ ആഡ്. നോട്ടം കണ്ട. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഒരു പുള്ളെന്ന് പറയുന്നത്. ഭയാനക പുള്ളൊന്നുമില്ല, ശാന്തമാണ്, നല്ല കൺട്രോൾഡാണ്. എന്നാൽ വണ്ടി കയറി പോവുകയും ചെയ്യും. i3 ഞാൻ ടൈമിംഗ് ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ അതാ വണ്ടി നിർത്തി. 1 2 3 4 5 6 7 8 9 10 11. ഞാൻ നല്ല ക്വിക്കായിട്ട് എണ്ണിയതുകൊണ്ട് 11-ലെത്തി, അല്ലെങ്കിൽ 10-ലേക്കും. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടിയും കാണിച്ചു തരാം. തിരിച്ചു. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിൽ വന്നല്ല, ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് കയറ്റി ഒന്ന് നിർത്തി. 1 2 3 4 5 6 7 8 9 10 ഡൺ. 10 സെക്കൻഡ് ഷാർപ്പായിട്ട് വണ്ടി നിൽക്കും. ബ്രേക്ക് പിടിക്കുക, ആക്സിലേറ്റർ കൊടുക്കുക, വണ്ടി സ്റ്റാർട്ടാകും. ഇപ്പോൾ ഇത് കൂടുതലും ഹെൽപ്ഫുള്ളാവുന്നത് നമ്മുടെ സിറ്റി ട്രാഫിക് കാര്യങ്ങളിൽ വരുമ്പോഴാണ് ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു i3s ടെക്നോളജി കൂടുതൽ ഹെൽപ്ഫുള്ളാവുന്നത്. അത് വളരെ നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ. അത് ഒരുവിധം എല്ലാ സ്കൂട്ടേഴ്സിലും ഉണ്ടെങ്കിൽ വളരെ നല്ല ഒരു പരിപാടിയാണ്. ഹിമാലയൻ എടാ പൂച്ചേ, ആത്മഹത്യക്ക് ശ്രമിക്കുന്നോടാ. സപ്പനോക്കി റാണി കബ് ആയിക്കിത്തു. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ എങ്ങനെയാണ്? നമുക്ക് അങ്ങനെ പേടിപ്പിക്കുന്ന ആക്സിലറേഷനോ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഒരു മിഡ് ഏജ് ഒരാളാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എടുക്കുന്നതെന്നെങ്കിൽ പോലും അവരുടെ കയ്യിൽ വളരെ ഭംഗിയായിട്ട് ഈ വണ്ടി ഒതുങ്ങും. ഒരു കുഴപ്പമില്ല. കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ കൈ കൊടുത്താലും വണ്ടി പാളിപ്പോവില്ല, അഥവാ ചാടിപ്പോവില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് വണ്ടിയുടെ എൻജിൻ ട്യൂൺ ചെയ്തതാണ്. അതേപോലെ തന്നെ പവറും അതിനനുസരിച്ചാണ്. പക്ഷേ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനാണ്. നമുക്ക് ഓവറായിട്ടുള്ള വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നല്ല സ്റ്റേഡിയാണ് വണ്ടി. മേ ബി ആ ഒരു ടയർ സൈസ് ഇൻക്രീസ് ചെയ്തതിൻ്റെയും കൂടി ഉണ്ടാവാം ആ ഒരു പൊട്ടൻഷ്യൽ, ഇത്തിരി സ്റ്റേബിൾ ആവാനുള്ള ഒരു ഇത് കാണാൻ കാരണം. ഓക്കെ, സിഗ്നൽ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ലെഫ്റ്റ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബ്രേക്ക് എനിക്കൊരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഷാർപ്പ് സൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഫ്രണ്ട് ബ്രേക്ക് ഓക്കെയാണ്. ബാക്ക് ബ്രേക്ക് കുറച്ചുകൂടിയും കുഴപ്പമില്ലാത്തൊരു ബ്രേക്കാണ്. അതായത് കമ്പയർഡ് ടു ഫ്രണ്ട് ബ്രേക്ക് കുറച്ചുകൂടിയും ബെറ്ററാണ്. സോ ഞാനിത് ഓടിക്കുന്നവരോട് സജസ്റ്റ് ചെയ്യുന്നത് 2 ബ്രേക്ക് ഒരുമിച്ച് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് വണ്ടി നമുക്ക് നിർത്താൻ പറ്റും. സ്റ്റിൽ ഒരു ചെറിയൊരു പിടുത്തക്കുറവ് എവിടെയൊക്കെ ഫീൽ ചെയ്യും, ബട്ട് അത്യാവശ്യം ബെറ്ററായിട്ടുള്ള ബ്രേക്കിംഗ് ആണ് നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതർവൈസ് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടോപ്പ് നോച്ച് ഫീലില്ല. ഒരു ചെറിയൊരു പിടുത്തക്കുറവ് നമുക്ക് എവിടേക്കോ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു രീതിയിൽ നല്ലതാണ്, ഫ്രണ്ട് പാളാതിരിക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അതർ ദാൻ ദാറ്റ് കുറച്ച് പിടുത്തക്കുറവുണ്ട്. നിങ്ങൾ കൂടുതൽ ബൈറ്റൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊരു പിടുത്തക്കുറവാണ്. രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഇനി സസ്പെൻഷൻ്റെ പറയുകയാണെങ്കിൽ ഒരു വളരെ പൊടിക്ക് സ്റ്റിഫ്നെസ് എവിടേക്കോ ഉണ്ട്, എന്നാൽ ഭയങ്കര സ്റ്റിഫും അല്ല. നമ്മളിപ്പോൾ നോർമൽ ഒരു ഗട്ടർ കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ കൂളായിട്ട് വണ്ടി എടുക്കും. ഇപ്പോൾ ഈ ഒരു കുഴി ചാടുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും വണ്ടി എത്രത്തോളം ഡൈവ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ഒന്നുമല്ല, എന്നാൽ ഹാർഡും അല്ല, എന്നാൽ പൊട്ടിക്ക് എവിടേക്കോ ഒരു ചെറിയ സ്റ്റിഫ്നെസ് ഉണ്ട്. സോ അത്യാവശ്യം കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ആ ഒരു അടി ചെറുതായിട്ട് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നേരെ കുറച്ച് ഇങ്ങനെയുള്ള വഴിയൊക്കെയാണ്, അതൊരു ഹൈവേ രീതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്മൂത്ത്, ഒരു കുഴപ്പമില്ല, നല്ല ഫ്ലോഫുള്ളായിട്ട് ഇങ്ങനെ ഒഴുകി പോകാൻ പറ്റും, നോ പ്രോബ്ലം. ചെറിയ കുഴികളൊന്നും പ്രശ്നമില്ല, നല്ല സുഖമായിട്ട് എടുക്കും. എന്നാൽ അത്യാവശ്യം വലിയ കുഴികളിലേക്ക് വരുമ്പോൾ ആ ഒരു ചെറിയൊരു തട്ട് നമുക്ക് ഫീൽ ചെയ്യും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഈ വണ്ടി കൂടുതൽ എനിക്ക് വളരെയധികം എന്താ പറയുക എൻജോയ് ചെയ്യാനുള്ളൊരു ഫീൽ കിട്ടിയത് ട്രാഫിക്കിൽ ഈ വണ്ടി കൊള്ളാം. കാരണം ഞാൻ തന്നെ കാണിച്ചു തരാം. നമുക്ക് ട്രാഫിക്കിൻ്റെ അകത്തുള്ള കഞ്ചഷൻ കാര്യങ്ങളൊന്നും തന്നെ ഒരു വിഷയമല്ല ഈ ഒരു വണ്ടിയിൽ. വളരെ പ്ലേഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോവാം. 1000 പാദസരങ്ങൾ കിലുങ്ങി. സി, നോട്ട് എ പ്രോബ്ലം.
ഈ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ്. കുറേ കൂടി കൺജസ്റ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ കൂടി കുത്തിക്കയറ്റി കൊണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ല. ഹാൻഡ്ലിംഗ് ഒക്കെ നല്ല രസമുള്ളൊരു ഹാൻഡ്ലിങ്ങാണ്. അത് ഈ പറഞ്ഞ വീൽ സൈസ് കൂട്ടിയതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. അത്യാവശ്യം നല്ലൊരു ബാലൻസ്ഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ ഇതിനകത്ത്. വോൾവോ ഡിഫർ S90 എക്സോസ് നോട്ടും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സാധാരണ ഇപ്പോൾ ഉള്ള ഒരുവിധ സ്കൂട്ടേഴ്സിലും കാണുന്ന സെയിം സൗണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊരു ഭയങ്കര സംഭവമൊന്നും പറയാനൊന്നുമില്ല. നോർമലി നമ്മൾ കണ്ടുവരുന്ന ആ ഒരു സെയിം എക്സോസ് നോട്ടൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്തത്. നത്തിങ് മച്ച് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇത് എങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതലും നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂട്ടിങ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതേപോലെ അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ് ആണ് പോകുന്നത്, കുറച്ച് മൈലേജ് കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ കുറച്ച് കംഫർട്ട് ഒരുപാട് നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെയാണ് ഈ ഒരു വണ്ടി കൂടുതലും പ്രിഫറബിൾ ഞാൻ പറയുകയാണെങ്കിൽ. കാരണം ഒരു ഡീസൻറ്റ് ഫ്യൂവൽ എക്കണോമി ഉണ്ട്. കമ്പനി ക്ലെയിം ചെയ്യുന്നൊരു എക്കണോമി എന്ന് പറയുന്നത് ഏകദേശം ഒരു 59 റേഞ്ചാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. വളയ്ക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു ടേണിങ് റേഡിയസ് ഉണ്ട്. സോ നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊരു പ്രശ്നമില്ല. വളച്ചെടുത്തുകൊണ്ട് പോകാൻ, യു ടേണൊക്കെ എടുക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തുകൊണ്ട് പോകാം. മൈലേജിൻ്റെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കമ്പനി ക്ലെയിം ചെയ്തൊരു 59ഒക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്. സോ ഓബ്വിയസ്ലി അതിലും കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് കാണാറ് സാധാരണ. കമ്പനികൾ ക്ലെയിം ചെയ്യുന്നതിലും കൂടുതൽ കിട്ടി കാണാറുണ്ട്. അത് നമ്മൾ ഓടിക്കുന്നതിനും കൂടിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നമ്മൾ ഒരുപാട് പൊളിച്ചാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൈലേജ് ഒന്നും കിട്ടില്ല, അത് കുറവായിരിക്കും. പക്ഷേ അല്ലാതെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മൈലേജ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആൻഡ് എൻജിൻ ഈസ് വെരി വെൽ റിഫൈൻഡ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ എൻജിൻ. ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു എൻജിൻ. വലിയ ചാട്ടവും അലർച്ചയും ഒന്നും തന്നെ ഇല്ലാത്തൊരു എൻജിൻ. നൈസ് വർക്ക് ഹീറോ, നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ നമ്മുടെ ഇവിടുത്തെ ഒരു ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളെന്ന് പറയുന്നത് ഏകദേശം 1,17,000 മറ്റുമാണ്. എക്സാക്ട് ഫിഗേഴ്സും സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. ആൻഡ് നമുക്ക് ഈ വണ്ടി തന്നിരിക്കുന്നത് നമ്മുടെ ആലുവയിലുള്ള മെഗാ മോട്ടോഴ്സാണ്. ഹീറോ മെഗാ മോട്ടോഴ്സിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടി അവിടെ ടെസ്റ്റ് ഡ്രൈവ് മോഡിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് അവരുടെ ഡീറ്റെയിൽസ്, ഷോറൂം ഡീറ്റെയിൽസും അവരുടെ കോൺടാക്റ്റ് നമ്പർ കാര്യങ്ങൾ എല്ലാം തന്നെ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഓണർഷിപ്പ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ലാസ്റ്റ് ആയപ്പോഴേക്കും ബ്ലോക്ക് വരുന്നു. വാട്ട് ഈസ് ദിസ് ഗൈസ്? അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയെ പറ്റിയുള്ളത്. കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങൾ ഈ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെയും നല്ലൊരു വീഡിയോ ആയി വരാൻ കഴിയുന്ന പ്രതീക്ഷ. I'm Jay and I'll catch you next one. Bye bye.